അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് ഇരുട്ടാണ് അകത്ത് മുഴുവനും. അപ്പം പുറത്ത് ചെറുതായിട്ട് വെളിച്ചമൊക്കെ വെച്ച് തുടങ്ങി. അപ്പം ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ് കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യലും അതേപോലെ തന്നെ കണ്ണ് കാണലും രണ്ടും വേണം. ഒരു വെടിക്ക് രണ്ട് പക്ഷി പറഞ്ഞിട്ട് അതേപോലെ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയാണ്. കുറേ ആളുകൾ ചോദിക്കലുണ്ട് മഴയായിട്ട് എന്താ അവസ്ഥ, ചോരുന്നുണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചോരലൊന്നുമില്ല കേട്ടോ. നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയതുകൊണ്ട് അങ്ങനെ ചോരിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ചുടലും ചപ്പാത്തി പരത്തലൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ കറണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പം ഇനി ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ മഴ ഇങ്ങനെ ഒരു രക്ഷയില്ലാതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സേഫ് ആണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചപ്പാത്തി ചുരുളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ചായ കുടിച്ചത്. ചായയുടെ കഴിഞ്ഞ് നിയമോളും കുട്ടനൊക്കെ മദ്രസ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇങ്ങനെ വലുതാ മദ്രസ പോകാൻ. മുറ്റം ഇന്നലെ അടിച്ചു വരിയതുകൊണ്ട് ഇന്ന് പഠിച്ച് വരാനൊന്നുമില്ല. ഇപ്പോൾ മഴ ഒന്ന് തോർന്നും ചെയ്തിരിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തതാണ്. ഇപ്പോൾ ഞാനും മഴയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. കുറച്ച് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും, അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ രണ്ടാളിപ്പോൾ ഒരേ കാറ്റഗറിയിലാണ് കേട്ടോ. അങ്ങനെ അടി തൊട പരിപാടികൾ എല്ലാം കഴിഞ്ഞു. ഇന്ന് ഉച്ചക്കത്തേക്ക് വലിയ ഫുഡ് ഉണ്ടാക്കൽ കാര്യങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു, കറിയും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്രസ ഇട്ട് വരുന്നതിന് മുന്നേ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞുട്ടിൻ്റെ വക അവിടെ ഒരു പണി തുടങ്ങി വെച്ചിക്കണ്. അപ്പോൾ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ ഷീറ്റ് കേടന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ഷീറ്റ് പുതിയത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ മഴയിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തും അകത്തും ഫുള്ള് ടെക്സ്റ്റൈൽസിലെ പോലെയാണ് കേട്ടോ. തുണികളിങ്ങനെ നിരത്തി തൂക്കിയിട്ടിരിക്കണേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഷീറ്റിൻ്റെ വലിപ്പക്കുറവുകൊണ്ട് ഈ ഭാഗത്ത് ഇടുന്നതൊക്കെ ചുമരുമ്മക്ക് വെള്ളം തെറിക്കാനും, ചുമര് പറയാനില്ല, ഷീറ്റുമ്മക്ക് ഇങ്ങനെ അകത്തേക്ക് വെള്ളം തെറിച്ചും, അതേപോലെ തന്നെ അയലൊക്കെ നമ്മളവിടെ തോരട്ട് അതൊക്കെ നനയും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇന്നിപ്പോൾ ഇടയ്ക്കര പോയപ്പോൾ 2-3 ഷീറ്റ് വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഷീറ്റൊക്കെ ഇട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുട്ടിൻ്റെ കൂടെ നിന്ന് സഹായിയായിട്ട് നമ്മുടെ ആജിക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ അവന് മഴയും കൊണ്ട് നിന്നപ്പോൾ ഞാൻ അവന് കുടയൊക്കെ പിടിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഒരു പുതപ്പുകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പം ഒരു പുതപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന പുതപ്പ്. അപ്പോൾ തണുപ്പൊക്കെ അല്ലേ, അപ്പം തണുപ്പിന് പറ്റിയ ഒരു പുതപ്പ് വാങ്ങിയതാണ്. കഴുകാതെ ഏതായാലും ഉപയോഗിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇതിലെ വന്ന് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയെന്ന് മാത്രം. അപ്പോൾ പുതപ്പ് കിട്ടിയപ്പോൾ മുതൽ കെട്ടിപ്പിടിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് അജിക്കുട്ടൻ. പിന്നെ ഇവിടെ ഈ ഒരു അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തൊക്കെ മഴയൊക്കെ പെയ്ത് ആകെ ചളി പിള്ളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ അവിടെ വഴുക്കി വീഴാനും സാധ്യത ഉണ്ട്. 1-2 മഴ പെയ്തപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ പായൽ പോലെ പച്ച കളറൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് മണലും അതേപോലെ ചരക്കല്ലും ഒക്കെ ഉണ്ടായിന്. അതൊക്കെ കൊണ്ടുവന്നിടുകയാണ് കേട്ടോ കുഞ്ഞുട്ടി. സാധാരണ ഈ ജാതി പണിയൊക്കെ ഞാനാണ് എടുക്കൽ. പക്ഷേ ഇപ്പോൾ ആ ജാതി പണിയൊന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ കുഞ്ഞുട്ടിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അവിടെയൊക്കെ ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഷീറ്റ് കെട്ടുകയാണ് കുഞ്ഞുട്ടി കേട്ടോ. ഈ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് എന്താ വെച്ചാൽ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്, ബൈക്ക് നിർത്താൻ, സാധാരണ ബൈക്ക് നിർത്തുക പിന്നെ ഒരു ഷീറ്റ് അതിൻ്റെ മുകൾക്ക് വലിച്ചിടുക അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ഷീറ്റൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയിലാണ് മൂപ്പര്. നിൽക്കുമ്പോൾ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിൽക്കും പറയും.
അപ്പോൾ ഇന്നലെ കുഞ്ഞുട്ടി മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം മാങ്ങ ഞാൻ പറയാം ഏറ്റവും കൂടുതൽ തിന്ന് തീർത്ത വ്യക്തി ഞാനായിക്കോട്ടോ. എത്ര മാങ്ങ തിന്നത് എനിക്ക് തന്നെ അറിയില്ല, പഴുത്തതായിട്ടും പച്ചയായിട്ടും. ഇപ്രാവശ്യം എന്തോ മാങ്ങനോടാണ് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് അജുട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ മാങ്ങ ചെത്തണ എടുക്കണതിലേറെ ഓൻ്റെ കൊടിയും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ 4 മണിയൊക്കെ ആയതിൻ്റെ ശേഷം അവിടെ ഒരാൾ തേങ്ങ വെള്ളത്തിന് വേണ്ടി തേങ്ങയും പാത്രമൊക്കെ പിടിച്ചിങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 മണിക്ക് ഓൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചായക്കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തപ്പോൾ രണ്ടാൾ ഇവിടെ നിൽക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ വെട്ടി വെക്കുമ്പോൾ ആകെ ഒരു ഇത്തിരി വെള്ളമുള്ളൂ. ആ വെള്ളത്തിൽ നിന്നിട്ട് രണ്ടാളും തിരക്കൂടി പകുതി വെള്ളം അവിടെ കളഞ്ഞു. അപ്പോൾ പകുതി വെള്ളം അവിടെ കളഞ്ഞപ്പോൾ അജിക്കുട്ടന് പിന്നെ എനിക്ക് വേണ്ട പറഞ്ഞിട്ട് നിയമളെ മുഖം കണ്ടില്ലേ, അജിക്കുട്ടന് നിനക്ക് വേണ്ട ഇയാനാണ് കുടിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് അജിക്കുട്ടൻ തെറ്റിപ്പോയിക്കണ്. നിയമൾ ഒരു ഗ്ലാസ്സക്കും ഒരു പാത്രത്തൊക്കെ ആക്കിയാണ്ട് പിന്നെ ഓന് വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ ഒരു ഇത്തിരി ഉള്ളൂ. ഞാൻ വെട്ടുന്ന സമയത്ത് ഒരു ഇത്തിരിയൊക്കെ ആണെങ്കിൽ ഞാൻ വേഗം കുടിച്ചലാണ് കേട്ടോ. എന്നാൽ പിന്നെ ഓൾക്ക് കച്ചറക്കില്ല വജ്ജ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ വെട്ടണത് പോലെ കണ്ടതുകൊണ്ട് ഇന്നിപ്പോൾ തമ്മിൽ കച്ചറായി. അങ്ങനെ ഒരു ഇത്തിരി തേങ്ങാ വെള്ളം കിട്ടിയത് നിയമോളെ പള്ളിക്കാണ് പായത്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരകിയെടുത്ത് നമ്മുടെ അമൃതം പൊടി ഉണ്ടായില്ല നഴ്സറിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഇവിടെ അടുത്തത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ തരുന്നതാണ് കേട്ടോ. നമുക്ക് നഴ്സറി പൊടിയൊന്നും കിട്ടില്ല. അപ്പോൾ ആ പൊടിക്ക് ഞാൻ കുറച്ച് ഉപ്പും അതേപോലെ പിന്നെ അയാൾ ഇട്ടെടുത്ത ഏലക്കായാണ് കേട്ടോ. പിന്നെ നമ്മൾ പുട്ടിന് തുറത്തുന്ന മാതിരി നമ്മൾ നനച്ചെടുക്കില്ല പുട്ടിന്, അതേപോലെ നനച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നനച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ മുന്നേക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചതാണ്. അപ്പം ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ അത് ശരിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിയമക്ക് ഇവിടെ കുറച്ച് പൊടി വിരകി കൊടുക്കണം. നിയമക്ക് ഇഷ്ടമായി കുട്ടികൾക്ക് പൊടി വിരകി കൊടുക്കണ മാതിരി വിരകി കൊടുത്താൽ. അപ്പോൾ ഓക്ക് വിരകാൻ വേണ്ടി ഒരടുപ്പത്ത് വെച്ചിരിക്കണം. ഒരടുപ്പത്ത് ഞാനിതിങ്ങനെ വെച്ച് ഇത് കുറച്ചൊരു നേരത്തെ പ്രോസസ്സിങ്ങുള്ള പണിയാണ്. ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്ത് ഇങ്ങോട്ട് കിട്ടണം ആ പൊടി. നഴ്സറി പൊടി ആയതുകൊണ്ട് പല ജാതി വിഭവങ്ങളും ഉണ്ടാക്കലുണ്ട്. ഞാനിവിടെ അധികം ഉണ്ടാക്കൽ ഇങ്ങനെയാണ് കേട്ടോ. ഒരിക്കൽ ഈ പച്ചപ്പൊടി ഉണ്ടല്ലോ അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പച്ചപ്പൊടി അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ വറുത്ത് പൊടിച്ച് വെച്ചുകൊണ്ട് അതങ്ങനെ കൊടുക്കലാണ് കേട്ടോ. അപ്പം അതിക്ക് ഞാൻ തേങ്ങയും ചേർത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങയ്ക്ക് എത്രത്തോളം ചേർക്കണം അത്രത്തോളം നല്ലതാണ്. തേങ്ങ തുടക്കത്തിൽ തന്നെ ഇടുകയാണെങ്കിൽ തേങ്ങയും അതേപോലെ തന്നെ നല്ലോണം വറുത്ത് കിട്ടണം കേട്ടോ. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതായിട്ട് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം അതേപോലെ ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചണം കേട്ടോ. പൊടിച്ചണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മൾ അതിൽ ഏലക്കായൊക്കെ ചേർത്തതുകൊണ്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഏലക്കായ ചേർത്തതുകൊണ്ട് ഏലക്കായും ഈ ഒരു കൂട്ടത്തിൽ തന്നെ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഏലക്കായും ഫൈനായിട്ട് പൊടിഞ്ഞ് വരും. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് കഴിക്കണ സമയത്ത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ തണുത്തതിന് ശേഷം കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ചധികം ഉണ്ടാക്കി വെക്കുമെങ്കിലും പക്ഷേ ഇതൊക്കെ 2 ദിവസം കൊണ്ട് കാലിയാവും കേട്ടോ. ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് അത് ഇടക്കിടക്ക് ഇനി അതിങ്ങനെ എടുത്ത് കഴിക്കൂട്ടോ. ഒരു പച്ചപ്പൊടി തിന്നുന്ന ആൾക്കാരാണ്. അപ്പോൾ പച്ചപ്പൊടി തിന്നുകാണ്ട് ഇനി വയറുവേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട വിചാരിച്ചാണ്ട് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതേപോലെ വറുത്തെക്കും. അപ്പോൾ പിന്നെ ഒരു വെറുതെ പൊടി തിന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ശർക്കരപ്പാനിയിൽ നമ്മൾ ലഡുവൊക്കെ ചെയ്യും പോലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുളാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ അയച്ചു തരാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ കമൻറ്റും കൂടി ചെയ്തോളൂ കേട്ടോ. അസ്സലാമു അലൈക്കും, ബൈ.